ഇന്ന് തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറക്കാൻ വേണ്ടി BJP തയ്യാറായിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ ഉണ്ടാകുകയും ചെയ്തത്. അത് മലയാളികൾക്ക് സംബന്ധിച്ചോളം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗൗതം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് ഒപ്പമുണ്ട്. എന്തായാലും ഗൗതം, എന്താണ് ഏറ്റവും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രകടന പത്രിക BJP ഇറക്കിയിരുന്നു. അത് ഏറ്റവും അഭിമാനകരമായി അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണ പ്രധാനമായും പരിഗണിക്കുക? ആരൊക്കെയാണ് ഈ ഒരു അംഗങ്ങളായി ഉള്ളത്? അവരുടെ ഇന്നിപ്പോൾ 27-അംഗ സമിതിയാണ് BJP അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. 2019-ലും കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു ഈ സമിതിയുടെ ചെയർമാൻ. ഒപ്പം ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ സമിതിയുടെ കൺവീനറായും കോ കൺവീനറായിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലുമൊക്കെ ഉണ്ട്. ഒപ്പം നേരത്തെ അരുണ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ നിന്നും രണ്ട് പ്രമുഖരുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി, അദ്ദേഹം BJPയുടെ രണ്ട് പ്രധാനപ്പെട്ട ദേശീയ ചുമതലകൾ കൂടി വഹിക്കുന്ന വ്യക്തിയാണ് അനിൽ ആന്റണി. ഒന്ന് അദ്ദേഹം ദേശീയ സെക്രട്ടറിയാണ്, ഒപ്പം ദേശീയ വക്താവ് കൂടിയാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ മാനിഫെസ്റ്റോ സമിതിയിൽ കൂടി 27 അംഗങ്ങളുള്ള ഈ സമിതിയിൽ കൂടി അനിൽ ആന്റണി ഇടം പിടിച്ചിരിക്കുന്നത്. 4 മുഖ്യമന്ത്രിമാരുണ്ട്. അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഒപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിര. അവരാണ് BJPയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. നമുക്കറിയാം പ്രകടന പത്രിക എന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ്, ജനങ്ങൾ ഉറ്റുനോക്കുന്നതാണ്. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ അധികാരത്തിൽ കയറിയാൽ വരുന്ന 5 വർഷം അവരുടെ പോളിസി എന്താകും, രാജ്യത്ത് എന്തൊക്കെ നടപ്പാക്കും, ഏതൊക്കെ നയങ്ങളെ മുൻനിർത്തിയാകും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വിശദീകരിക്കുന്നതാണ്. അതിനാൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രകടന പത്രിക വളരെ കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തവണ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അഭിമാനത്തോടു കൂടി അവർക്ക് പറയാം. കാരണം വർഷങ്ങളായി തന്നെ BJPയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം ഇടം പിടിക്കുന്ന ഒന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. നമുക്കറിയാം 1980-ൽ BJP രൂപീകൃതമായത് മുതൽ പിന്നീട് ഇങ്ങോട്ട് 89 കാലഘട്ടങ്ങളിലാണ് രാമജന്മഭൂമി പ്രക്ഷോഭം കത്തിക്കേറുന്നത്. അതിനുശേഷം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP മുന്നോട്ട് വെക്കുന്ന അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമമന്ദിരം നിർമ്മിക്കുമെന്നുള്ളതായിരുന്നു. 96-ൽ BJPക്ക് അധികാരം ലഭിക്കുന്നുണ്ട്. 182 സീറ്റുകൾ 96-ൽ 161 സീറ്റും പിന്നീട് 98-ലും 99-ലും 182 സീറ്റും നേടി BJP ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നുവെങ്കിലും നമുക്കറിയാം അന്ന് കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നില്ല. AB വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ BJPയുടെ പല പ്രഖ്യാപിത നയങ്ങളും അവർക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയത് 272 എന്ന് പറയുന്ന ആ നമ്പർ BJPക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വിവിധ സഖ്യകക്ഷികളെ കൂടെ നിർത്തിയുള്ള ഭരണമാണ് AB വാജ്പേയി 98 മുതൽ 2004 വരെ നടത്തിയത്. അതിനാൽ അയോധ്യയോ അല്ലെങ്കിൽ കശ്മീരിന്റെ പ്രത്യേക അധികാരമോ ഒന്നും എടുത്തു കളയാൻ പറ്റുന്നത്ര MP-മാരുടെ എണ്ണം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷെ 2014 നമുക്കറിയാം നരേന്ദ്രമോദി യുഗം എന്ന് പറയുന്നത് BJPക്ക് ഒറ്റയ്ക്ക് 272 എന്ന ഒരു നമ്പർ കടന്നുകൊണ്ട് 2014 അത് 282 ആണ്. 2019 എത്തുമ്പോൾ അത് 303 ആണ്. ഈ തവണ നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കുന്നു, പ്രധാനമന്ത്രി തന്നെ എല്ലാ റാലികളിലും അദ്ദേഹം പറയുന്നത് ആപ്കി ബാർ 400 പാർ എന്നതാണ്. 400-ലധികം എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് അയോധ്യ എന്ന ഏതാണ്ട് 80-ൽ BJP രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ മാനിഫെസ്റ്റോയിലും പറഞ്ഞ കാര്യം അത് നടപ്പാക്കിയതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വരുന്നത്. ഒപ്പം 2019-ലെ മാനിഫെസ്റ്റോയിൽ മറ്റൊന്ന് പറഞ്ഞിരുന്നത് ഈ CAA ആയിരുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള മതപീഡനം നേരിടുന്ന ഹിന്ദുക്കൾ, ക്രൈസ്തവർ, ബുദ്ധന്മാർ, സിഖികാർ, പാഴ്സികൾ, അങ്ങനെ ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാഷ്ട്രത്തിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനം അത് CAA-യിലൂടെ ഈ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യം 1951-ൽ ഭാരതീയ ജനസംഘം രൂപീകൃതമായ നാൾ മുതൽ, അതായത് BJPക്ക് മുമ്പ് അതിന്റെ പൂർവ്വരൂപം നമുക്കറിയാം ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനസംഘമാണ്. 1951-ൽ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനത്തിന്റെ അടിസ്ഥാനം പോലും ഈ കശ്മീരിന്റെ പ്രത്യേക അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ജനസംഘത്തിന്റെ നാൾ മുതൽ മാനിഫെസ്റ്റോയിൽ ഇടം
പ്രഖ്യാപിച്ചിരുന്നുവെന്നതാണ്. കൃത്യമായ കേവല ഭൂരിപക്ഷം ഒരിക്കൽ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ലഭിച്ചാൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുമെന്നുള്ളത് അത് തീർച്ചയായും 2019 സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു സങ്കല്പ പത്ര അല്ലെങ്കിൽ പ്രകടന പത്രിക ഇനിയും BJP മുന്നോട്ട് വെക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. അത് ദേശീയ വിഷയങ്ങൾ മാത്രമല്ല വികസന വിഷയങ്ങളിലും BJP പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. ഇനി 5 വർഷങ്ങൾ കൂടി ലഭിച്ചാൽ, ഇനിയും 2029 വരെ ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചാൽ എന്തൊക്കെ നടപ്പാക്കുമെന്ന് വിശദീകരിക്കുന്നതാണ് പ്രകടന പത്രിക. സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള ആ ഒരു സമിതിയെയാണ് ഇന്നിപ്പോൾ BJP രൂപീകരിച്ചിരിക്കുന്നത്. അരുൺ കൊടുക്കൂർ. ഗൗതം, അതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥി പട്ടികയും കൃത്യമായി തന്നെ BJP പുറത്തിറക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 8ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കൂടി BJP ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ ഏതൊക്കെ പ്രമുഖരാണ് ഉൾപ്പെടുന്ന ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുമോ? ആരുടെ അല്പസമയം മുമ്പാണ് BJP ദേശീയ നേതൃത്വം 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടങ്ങുന്നവരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 മണ്ഡലങ്ങളിലും NDA ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 12 5ാം ഫേസിൽ പിന്നീട് BJPയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ 8ാമത്തെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 11 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ്. 3 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ 9, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലെ സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഒപ്പം ഒഡീഷ, ഈ 3 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 8ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. 2019 വലിയ മുന്നേറ്റമാണ് BJPയോടെ കാഴ്ചവെച്ചത്. 18 സീറ്റിലേക്ക്, 2014 അവിടെ കേവലം 2 സീറ്റിൽ മാത്രമാണ് BJP വിജയിച്ചത്. അസൻസോളും ഡാർജിലിംഗുമായിരുന്നു. അത് 2019 എത്തുമ്പോഴേക്കും 18 സീറ്റിലേക്ക് എത്തി. ഈ തവണ ഒരു 30 സീറ്റിനടുത്ത് BJP വിജയം ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇപ്പോൾ അവിടുത്തെ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബും ഒഡീഷയും BJPക്ക് നിലവിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത, അതിൽ ഒഡീഷയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി എങ്കിൽ പോലും ഒരു 10ന് മുകളിലേക്ക് സീറ്റുകൾ എത്തിയിട്ടില്ല. ഇത്തവണ ഒഡീഷയിലും വലിയ മുന്നേറ്റം BJP ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പഞ്ചാബിൽ സഖ്യ ചർച്ചകൾ നടന്നുവെങ്കിലും അത് കാര്യമായ ഫലം കണ്ടില്ല. ശിരോമണി അകാലിദളും BJPയും സഖ്യമായല്ല മത്സരിക്കുന്നത്. എന്തായാലും ഈ 3 സംസ്ഥാനങ്ങളിലെ 11 സ്ഥാനാർത്ഥികളുടെ പട്ടിക അടങ്ങുന്ന 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് അല്പസമയം മുമ്പ് BJP കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയത്. അരുൺ.